സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ സെഗ്മെൻ്റ് ആണ്. ഇന്ന് എനിക്കൊരു റിലേറ്റീവിൻ്റെ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാനൊരു ക്ലീൻസർ വെച്ച് എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ക്ലീൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഡേർട്ടൊക്കെ പോയി. അടുത്തതായിട്ട് ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. ഞാൻ ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം, ചെയ്തിട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തോ. നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. നെക്ക് ഏരിയയിലും ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ശരിക്കും അബ്സോർബ് ആവുള്ളൂ. സോ അടുത്തതായിട്ട് ഞാനൊരു ഫേസ് മാസ്കാണ് യൂസ് ചെയ്യണത്. ഞാൻ ഉപയോഗിക്കുന്ന നൈക്കയുടെ ഒരു ഫേസ് മാസ്കാണ്. ഇതിങ്ങനെ ടിയർ ചെയ്യുക. ടിയർ ചെയ്തിട്ട് ഉള്ളിൽ നിന്നിങ്ങനെ സൂക്ഷിച്ചെടുക്കണം. ഇത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആണ്. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഇങ്ങനെ സ്കിന്ന് പ്രെപ്പ് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും, നമ്മുടെ സ്കിൻ ഡ്രൈ ആവില്ല ഫൗണ്ടേഷൻ ഇടുമ്പോൾ. എന്നിട്ട് ഈ മാസ്ക് ഇങ്ങനെ ഫേസിൽ വയ്ക്കുക. ഇതിങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് 10 to 15 മിനിറ്റ്സ് വയ്ക്കണം. ഞാൻ 10 മിനിറ്റ്സ് വയ്ക്കണുള്ളൂ, കാരണം എനിക്ക് അത്ര സമയമുള്ളൂ. ഇനി ഇത് സ്ലോലി ഇങ്ങനെ റിമൂവ് ചെയ്യുക. ഇപ്പോൾ കാണാൻ എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡായി. ഇനി ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളി അബ്സോർബ് ആവണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഈ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക. ഇത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. ഇത് കുറച്ചിങ്ങനെ കയ്യിലെടുക്കുക. ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ഈ ടു ഫേസിൻ്റെ ഒരു പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഓപ്പൺ ചെയ്യുക, കുറച്ചിങ്ങനെ സ്ക്യൂസ് ചെയ്യുക, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, എൻ്റെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. സ്കിൻ പ്രെപ്പ് ചെയ്യണമായിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. സ്കിൻ പ്രെപ്പ് ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മേക്കപ്പിന് മുമ്പ്. ഇനി അടുത്തത് ഞാൻ വേറെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യണത്. ഇത് സ്മാഷ് ബോക്സിൻ്റെ ഒരു പ്രൈമറാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കയ്യിലിങ്ങനെ കുറച്ച് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. നെക്ക് ഏരിയയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
വളരെ നല്ല പ്രൈമറാണ് ഈ സ്മാഷ് ബോക്സിൻ്റെ. ഞാൻ എൻ്റെ റിലേറ്റീവിൻ്റെ മെഹന്തി ഫങ്ഷന് ഇത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ഗ്ലോ കിട്ടിയായിരുന്നു എൻ്റെ ഫേസിന്. നെക്സ്റ്റ് ഞാനൊരു കൺസീലറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മെബ്ലിൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ അണ്ടർ ഐയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. മുകളിലും അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊക്കെ കവറായി. ഒരു ലേശോടി എടുത്ത് അപ്ലൈ ചെയ്യുക. സോ ഇതിങ്ങനെ കുറച്ചുകൂടി അപ്ലൈ ചെയ്യുക. സ്പോഞ്ച് വെച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഞാൻ മേക്കപ്പ് ഫോർ എവറിൻ്റെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യണത്. ഇതിങ്ങനെ കയ്യിലേക്ക് കുറച്ച് സ്ക്യൂസ് ചെയ്യുക. 2 ലെയർ ഓഫ് ഫൗണ്ടേഷനാട്ടോ അപ്ലൈ ചെയ്യണത്. എന്നിട്ടിങ്ങനെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മിക്ക ഏരിയയിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അണ്ടർ ഐയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ ഫൗണ്ടേഷൻ. ഞാൻ സെക്കൻഡ് ലെയർ ഓഫ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഈ ഐബ്രോയുടെ അടിയിലും അപ്ലൈ ചെയ്യുക. നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. സാരി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ഡിഫറൻസ് കാണും. അതുകൊണ്ട് ഞാൻ കുറച്ച് ബോഡിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേശ്ശെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തത് ഞാൻ എൻ്റെ ഐലാഷ് കേൾ ചെയ്യാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. വിടുക. ഈ ഐയിലും കുറച്ച് നേരം ഇങ്ങനെ പൊക്കി പിടിക്കുക. വിടുക. ഒരു പ്രാവശ്യം കൂടി അങ്ങനെ ചെയ്യുക. അത്ര കേളായില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കളയില്ല. അടുത്തത് ഞാനൊരു ഐ ഷാഡോയാണ് അപ്ലൈ ചെയ്യണത്. ഇത് റെവല്യൂഷൻ്റെ പാലറ്റാണ്. ഇതിൽ നിന്ന്
ഇതല്ല, വേറൊരു പാലറ്റ് എടുക്കുക. ഈ പാലറ്റ് എടുക്കുക. ഇത് റെവല്യൂഷൻ്റെ തന്നെയാണ്. ഇതിൽ ഈ സ്കിൻ ടോൺ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ട് ലെയറായിട്ട് അപ്ലൈ ചെയ്തോട്ടോ, എന്നാലേ ആ കളർ എടുത്ത് കാണുള്ളൂ. ആ കറുപ്പ് കളറൊക്കെ പോയില്ലേ. അടുത്തത് ഞാൻ റെവല്യൂഷൻ്റെ പാലറ്റ് തന്നെയാണ് എടുക്കണത്. എന്നിട്ട് ഈ ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡില്ലേ അത് എടുക്കുക. എന്നിട്ട് അത് കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഇതും രണ്ട് ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഞാനൊരു ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കാൻ പോവാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഈ കണ്ണിൻ്റെ മുകളിൽ മിഡിൽ പോർഷൻ തൊട്ട് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുക. ഈ കണ്ണിലും അപ്ലൈ ചെയ്യുക. കണ്ണിലും അങ്ങനെ മിഡിൽ പോർഷൻ തൊട്ട് അപ്ലൈ ചെയ്യുക. അടുത്തത് ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ബ്രോ ഫിൽ ചെയ്യാൻ പോവാണ്. ഇത് ബെനിഫിറ്റിൻ്റെ ആണ്. ഇങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ മിറർ നോക്കിയായിട്ട് അപ്ലൈ ചെയ്യണം. സൂക്ഷിച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ബെനിഫിറ്റിൻ്റെ തന്നെ വേറെ ഒരു ബ്രോ ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഞാൻ ഐലൈനറാണ് അപ്ലൈ ചെയ്യണത്. ഞാൻ മേക്കപ്പ് ഫോർ എവറിൻ്റെ ഐലൈനറാണ് അപ്ലൈ ചെയ്യണത്. ഷേക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഇത് തീർന്നു, അതാ കാരണം. എന്നാലും ഷേക്ക് ചെയ്യണ അല്ല കേട്ടോ. തെറ്റിപ്പോയി. സോ ഞാനിതുവരെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് തെറ്റിപ്പോയായിരുന്നു. ഇനി മറ്റേ കണ്ണിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഐലൈനർ ഫുള്ള് ഇല്ലെങ്കിലും ഷേക്ക് ചെയ്തിട്ട് എടുക്കണം എപ്പോഴും നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഷേക്ക് ചെയ്യണത്. എന്നാലും ഷേക്ക് ചെയ്യണത് നല്ലതായിരിക്കും. സോ നെക്സ്റ്റ് ഞാനൊരു ബ്ലഷാണ് യൂസ് ചെയ്യണത്. ഇത് പെരി പെര എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെ ബ്ലഷാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട്
ഇവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പിങ്കിഷ് ഷെയ്ഡ് കിട്ടും നമുക്ക്. നെക്സ്റ്റ് ഞാനൊരു ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യണത്. അപ്ലൈ ചെയ്യുന്ന ക്ലിനിക്കിൻ്റെ ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഫസ്റ്റ് ഈ നോസ് ഏരിയയിൽ അപ്ലൈ ചെയ്യുക, പിന്നെ ചിൻ ഏരിയയിൽ, പിന്നെ ഐബ്രോയുടെ താഴെയായിട്ട്, പിന്നെ ഇവിടെ ചീക്ക് ബോണിൽ, എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ പാറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യണത്. ഇതൊരു സാറ്റിൻ ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. സോ ഇനി നെക്സ്റ്റ് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യണം, പിന്നെ അയൺ ചെയ്യണം, പിന്നെ സാരി ഉടുക്കണം. ഞാൻ ഈ ഐ ഷാഡോ ഈ ഡാർക്ക് ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇത് കണ്ണിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ രണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ 2 ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തതായി ഞാൻ ഈ ഐലൈനർ അപ്ലൈ ചെയ്യും. റിമ്മൽ 2ൻ്റെ ബ്രാൻഡാണ്. ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ കണ്ണിൻ്റെ ഇത് കണ്ണിങ്ങനെ എൻലാർജായിട്ട് കാണാം. ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ ബാങ്കിലാട്ടോ ഇടണേ. ഇങ്ങനെ ഇടുക. ഇത് ഈ മാല ഇടുക. മാല ഇടുക. പിന്നെ ഞാൻ ഈ കമ്മലാണ് ഇടുന്നത്. കേറുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു പൊട്ട് വയ്ക്കാൻ പോവാണ്. ഇത്രയും പൊട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത്. സോ ഇനി മുടി കെട്ടണം, മുല്ലപ്പൂ വയ്ക്കണം, എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ.